Hi everyone, welcome to Study Wings. ഈ വീഡിയോയിൽ MEG 14ലെ ചന്ദ്രകാന്ത മുരാസിങ്ങിൻ്റെ ദ സ്റ്റോൺ സ്പീക്സ് ഇൻ ദ ഫോറസ്റ്റ് എന്ന് പറയുന്ന പോയമാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ ചന്ദ്രകാന്ത മുരാസിങ്ങിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷനാണ് ഫസ്റ്റ് 2 പോയിൻറ്റ്സിലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഹി വാസ് ബോൺ ഓൺ April 1st, 1957 and lives in Tripura's capital city Agartala. Being multilingual, he writes in Bengali as well as Kokbarak, the language of the Tripuran people. ഓക്കെ, അദ്ദേഹം 1957 ഏപ്രിൽ 1 ജനിച്ചത്. നമ്മുടെ ത്രിപുരയുടെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള അഗർത്തല എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം താമസിക്കുന്നത്. അദ്ദേഹം ബംഗാളി ആസ് വെൽ ആസ് കോക്ബറാക്ക് ഈ 2 ലാംഗ്വേജിലും അദ്ദേഹം എഴുതാറുണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് റെക്കഗ്നീഷൻസ് അതേപോലെ അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. റിനൗൺഡ് ആയിട്ടുള്ള ഭാഷ സന്മനാസ് എന്ന് പറയുന്ന ഒരു അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പോയത്തിലോട്ട് മൂവ് ചെയ്യാം. ദ സ്റ്റോൺ സ്പീക്സ് ഇൻ ദ ഫോറസ്റ്റ്. The pretty golden deer grew restless and suddenly came running into this Amlagi grove looking for a mate. The stone did not speak. The deer will leave now. നല്ല പ്രിറ്റി ആയിട്ടുള്ള നല്ല സുന്ദരിയായിട്ടുള്ള ഒരു ഗോൾഡൻ ഡിയർ വരികയാണ്. ഭയങ്കര റെസ്റ്റ്ലെസ് ആണ് കേട്ടോ. ആൻഡ് സഡൻലി കെയിം റണ്ണിങ് ഇൻ ടു ദിസ് അംലാഗി ഗ്രോവ്. പെട്ടെന്ന് നമ്മുടെ ഈ അംലാഗി ഗ്രോവിലിട്ട് ഓടി വരികയാണ്. ലുക്കിംഗ് ഫോർ എ മേറ്റ്. എന്തിനു വേണ്ടിയാണ്? ഇണയെ തേടിയിട്ടാണ് നമ്മുടെ ഈ ഗോൾഡൻ ഡിയർ വരുന്നത്. ദ സ്റ്റോൺ ഡിഡ് നോട്ട് സ്പീക്ക്. ദ ഡിയർ വിൽ ലീവ് നൗ. നമ്മുടെ സ്റ്റോൺ ഒന്നും സംസാരിക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ മാൻ ഇപ്പോൾ തന്നെ പോകും. One day the king arrived, lights played. He stood with his foot pressing the forehead of the stone and looking to find which way his prey was on the run. The weight of feet tormenting the hill, the stone was silent because the pain was not his alone. ഓക്കെ, ഇനി നെക്സ്റ്റ് പാരഗ്രാഫിൽ എന്താന്ന് പറയുന്നത് വെച്ചാൽ, ഒരു ദിവസം നമ്മുടെ രാജാവ് വരികയാണ് അല്ലേ. അപ്പോൾ രാജാവ് വന്നിട്ട് എന്താ ചെയ്യുന്നത്? നമ്മുടെ ഈ സ്റ്റോണിൻ്റെ ഫോർഹെഡിൽ നമ്മുടെ കല്ലിൻ്റെ നെറ്റിയിൽ അമർത്തുകയാണ് അല്ലേ. ഓക്കെ, എന്നിട്ട് എന്താ നോക്കുന്നത്? ഈ നമ്മുടെ ഈ ഇരയെ തൻ്റെ ഇര ഓടുന്നത് ഏത് വഴിയാണെന്ന് ആര് നോക്കുകയാണ്? നമ്മുടെ രാജാവ് നോക്കുകയാണ് അല്ലേ. ഓക്കെ, ഈ കാലിൻ്റെ ഭാരം കുന്നിനെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. പക്ഷേ കല്ല് നിശബ്ദനാണ് അല്ലേ. കല്ല് സംസാരിക്കുന്നില്ല. ബിക്കോസ് കാരണം ഈ വേദന എന്ന് പറയുന്നത് കല്ലിൻ്റെ വേദന മാത്രമല്ല. A man with a broken heart came today, accompanied by his lady love, sprayed dreams and tears on the stone, and went away, roaring upstream. They will build their home in the deep forest. ഇനി അടുത്തായിട്ട് വരുന്നത് ഒരു ബ്രോക്കൺ ഹാർട്ടോട് കൂടി ഒരു മാന് വരികയാണ്. വിത്ത് ഹിസ് ലേഡി ലവ്. അവരുടെ സ്വപ്നങ്ങളും കണ്ണീരും ആ കല്ലിൽ തളിക്കുകയാണ് അല്ലേ. ആൻഡ് വെൻറ്റ് എവേ. ദേ വിൽ ബിൽഡ് ദെയർ ഹോം ഇൻ ദ ഡീപ്പ് ഫോറസ്റ്റ്. അവിടെ ആ ഡീപ്പ് ഫോറസ്റ്റിൽ അവരുടെ വീട് പണിയും. Water runs, the ladam leaves cure. Hatchcry drags his bamboo raft. There is a marker downstream on a sandy islet. Wondering who will respond now, the stone speaks in the forest, bow and arrow in hand. ഇനി ലാസ്റ്റ് ലൈന് പറയുന്നത്, നമ്മുടെ ഇലകളിൽ വെള്ളം ഒഴുകുന്നുണ്ട്. നമ്മുടെ ഹച്ച്ക്രൈ എന്ന് പറയുന്നത് നെയിം ഓഫ് എ വില്ലേജറാണ്. അദ്ദേഹത്തിൻ്റെ ചങ്ങാടം, ബാംബു ചങ്ങാടം എടുക്കുകയാണ് അല്ലേ. എന്നിട്ട് എങ്ങോട്ട് പോവുകയാണ്? മാർക്കറ്റിലോട്ട് പോവുകയാണ് അല്ലേ. ആൻഡ് ആ ടൈമിൽ അദ്ദേഹം റെസ്പോണ്ട് കേൾക്കുകയാണ്. ആരാണ് ഇവിടെ സംസാരിക്കുന്നത്? നമ്മുടെ സ്റ്റോണാണ് സംസാരിക്കുന്നത്. സ്റ്റോണിൻ്റെ കയ്യിൽ ബോ ആൻഡ് ആരോ ഇൻ ഹിസ് ഹാൻഡ്. ഓക്കെ, ഭയങ്കര സിമ്പിളാണ് ഈ പോയം എന്ന് പറയുന്നത് അല്ലേ. ഇനി നമുക്ക് പോയം അനാലിസിസിലോട്ട് മൂവ് ചെയ്യാം. ദ പോയം എക്സ്പ്ലോർസ് ദ ഇൻട്രിക്കേറ്റ് ലിങ്ക് ബിറ്റ്വീൻ മെയിൻ ആൻഡ് നേച്ചർ ആസ് വെൽ ആസ് ബിറ്റ്വീൻ ആനിമേറ്റ് ആൻഡ് ഇൻആനിമേറ്റ് ഒബ്ജക്റ്റ്. ഈ കവിത മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള സങ്കീർണമായ ബന്ധത്തെയാണ് വിവരിക്കുന്നത്. ഇത് മിക്കവാറും ഒരു ആൻഷ്യൻ മിത്തിനെ കുറിച്ച് സംസാരിക്കുന്നതാണ്. എ കോമൺ മോട്ടീവ് ത്രൂഔട്ട് ദ പോയം ഈസ് സെർച്ച്.
സത്യമല്ലേ? കാരണം ഇവിടെ ഗോൾഡൻ ഡിയർ എന്താണ് മേറ്റിനെ സീക്ക് ചെയ്യുന്നുണ്ട്. കിങ് എന്താണ് പ്രേനെ സീക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഈ മാൻ വിത്ത് ഹിസ് ലേഡി ലവ് അവരെന്താണ് ഒരു വീട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി എന്താണ് ഡെൻസ് ഫോറസ്റ്റിലോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. സെയിം കേസിന് ഈ വില്ലേജർ എന്താണ് തുഴയുന്നുണ്ട് എങ്ങോട്ട് പോകാൻ വേണ്ടി മാർക്കറ്റിലോട്ട് മൂവ് ചെയ്യാൻ വേണ്ടി. സോ ഓൾ അബൌട്ട് എന്താണ് ഒരു സെർച്ച് എന്ന് പറയുന്നത് സെർച്ചാണല്ലേ. എല്ലാവരും എന്താണ് എന്തിനൊക്കെയോ തിരയുന്നുണ്ട് അല്ലേ. കൂടാതെ കവിതയിലുടനീളം ഈ സ്റ്റോണും അതുപോലെ മറ്റ് ക്യാരക്ടറും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ എംഫസൈസ് ചെയ്യുന്നുണ്ട് അല്ലേ. കവിതയിലുടനീളം ഒരുപാട് ക്യാരക്ടേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. ഡീർ, ലവർ, കിങ്, ഹച്ചുക്രായ് ഇവിടെയുള്ള റെപ്രസെൻ്റ് ചെയ്യുന്ന ഏർത്ത്ലി എക്സിസ്റ്റൻസിനെയാണ്. കൂടാതെ ഈ ഫസ്റ്റ് 3 ലൈൻസിൽ 3 സ്റ്റാൻസ ഫസ്റ്റ് സ്റ്റാൻസയിൽ എന്താണ് ഈ ഡീറിലൂടെയും കിങ്ങിലൂടെയും ലവറിലൂടെയും എന്താണ് അവർ സഫർ ചെയ്യുന്നുണ്ട്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ സിറ്റുവേഷൻ അവർ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ പാരഗ്രാഫ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഐ എം റിയലി സോറി, സ്റ്റാൻസസ് ആണ് കേട്ടോ. ഓക്കെ, എല്ലാവരും ഓരോരോ കാരണങ്ങൾ കൊണ്ട് വിഷമിക്കുന്നുണ്ട് അല്ലേ, സഫർ ചെയ്യുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ഡീറിൻ്റെ കേസായാലും നമ്മുടെ കിങ്ങിൻ്റെ കേസായാലും നമ്മുടെ മാൻ്റെ കേസായാലും അവർ ഓരോ സിറ്റുവേഷൻ ബേസ്ഡ് ആയിട്ട് അവർ സഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി ലാസ്റ്റ് സ്റ്റാൻസയിലാണെങ്കിൽ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടാണ് അല്ലേ നമ്മുടെ സ്റ്റോൺ സംസാരിക്കാൻ തുടങ്ങുകയാണ് അല്ലേ. വിത്ത് ബോ ആൻഡ് ആരോ. ആദ്യത്തെ 3 വരികളിൽ എല്ലാവരും ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അതേപോലെ ഈ ഡീർ വരുമ്പോൾ നമ്മുടെ സ്റ്റോൺ സംസാരിക്കുന്നില്ല. നമ്മുടെ കിങ് ടോർമെൻറ്റ് ചെയ്യുന്നുണ്ട്, ചവിട്ടി അരയ്ക്കുന്നുണ്ട്. എന്നാൽ പോലും നമ്മുടെ സ്റ്റോൺ ഒന്നും സംസാരിക്കുന്നില്ല. മാൻ വിത്ത് ഹിസ് ലേഡി ലവ് അപ്പോഴും നമ്മുടെ സ്റ്റോൺ സംസാരിക്കുന്നില്ല. പക്ഷേ ലാസ്റ്റ് സ്റ്റാൻസയിൽ നമ്മുടെ ഈ വില്ലേജർ ത്രെട്ടാണല്ലേ. നമ്മുടെ ഈ പ്രകൃതിക്കെതിരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ആര്, നമ്മുടെ വില്ലേജർ. പക്ഷേ അതിനെതിരെ ആര് പ്രതികരിക്കുന്നുണ്ട്, നമ്മുടെ സ്റ്റോൺ പ്രതികരിക്കുന്നുണ്ടല്ലേ. സ്റ്റോൺ സംസാരിക്കാൻ തുടങ്ങുകയാണല്ലേ വിത്ത് ബോ ആൻഡ് ആരോ. ഇവിടെ ഒരു എഗെയിൻസ്റ്റ് നമ്മളൊരു ഫൈറ്റാണല്ലേ. നമ്മുടെ നേച്ചർ മാനിനെതിരെ പ്രതികരിക്കുകയാണല്ലേ. ഫസ്റ്റ് 3 ലൈൻസിൽ എല്ലാവരും ഷെഡിങ് സഫറിങ്സ് ഇൻ ഡിഫറെൻറ്റ് വേവ്സ്. ബട്ട് നമ്മുടെ വില്ലേജർ മാത്രം നേച്ചർ വേൾഡിന് എഗെയിൻസ്റ്റ് ആണ്. നമ്മുടെ ഈ കറൻറ്റ് സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അല്ലേ. ഓക്കെ, അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു പോയമാണ്. അതിൻ്റെ ലൈൻ ബൈ ലൈൻ മീനിങ് ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഒരു പോയം അനാലിസിസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ, താങ്ക് യു.